ഞങ്ങളെ മാതൃശ്രീക്കുന്ന ഈ പകർച്ചക്കാരെ ലഭിച്ചു പോകാൻ വളരെ ധൈര്യമായ അവസ്ഥ എങ്ങനെയാണ് അങ്ങനെ ചെയ്ത വലിയ നന്മകളെ കുറിച്ച് അങ്ങ് കർത്താവെ ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മറ്റുള്ളവർക്കും കർത്താവെ തിരിച്ചറിയണം. ആ തിരിച്ചറിവിലൂടെ കർത്താവെ ഞങ്ങൾ അങ്ങേ രക്ഷിതാവും നായകനും ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവെ വാഴണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരവസരം നൽകിയാനാണ് പകർച്ചമരം ഞങ്ങൾ വർദ്ധിക്കാനായിരുന്നു. വചനത്തിന്റെ അർത്ഥം കർത്താവെ അങ്ങനെ ഞങ്ങളുടെ തിരിച്ചു തരുന്നതിനെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ വചനം മനസ്സിലാക്കാൻ ത്യാഗം വേണ്ട മനസ്സിലാക്കിയ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായമാക്കുവാനും ഞങ്ങളുടെ സഹായം ദൈവനാമം ഞങ്ങളോട് ഭക്തപ്പെടും. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. വളരെ കാണാനായിട്ട് സാധിച്ചു. ദൈവത്തിനെ സ്വന്തം ചെയ്യാം. ദൈവത്തിന്റെ പ്ലാനിൽ നമുക്കാർക്കും മനസ്സിലാവാത്ത കാര്യം. ഞാൻ മരുന്നോർക്കൊരു ബൈബിൾ സ്റ്റഡി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛനെ പരിചയപ്പെടുന്നത്. അച്ഛനോട് ഈ ഒരു പ്രോഗ്രാം ഈ ഒരു ആരാധനയ്ക്ക് കടന്നു വരാനായിട്ട് സ്വാഗതം ചെയ്തത് കൂടുതൽ. ഞാൻ വിചാരിക്കുന്നത് അച്ഛൻ മരുന്നൂർ CSI കോളേജിൽ ഏതെങ്കിലും ആ ഭാഗത്തുള്ള CSI കോളേജിലെ അച്ഛനാണെന്നാണ് പരിചയപ്പെടുത്താൻ കരുതിയത്. പക്ഷെ പറഞ്ഞു വന്നപ്പോഴാണ് അച്ഛൻ ഈ സഭയിലെ മനസ്സിലായത്. അതോടുകൂടി ദൈവം ഒരു വലിയ പദ്ധതിയുടെ രീതിയിലുള്ളത് എനിക്ക് മനസ്സിലാവും. അപ്പോ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ റോസ് വീട്ടിൽ താമസിക്കുന്ന സമയത്ത് കുടുംബമായി ഞാനിവിടെ ആരാധനയ്ക്ക് കടന്നു വന്നിട്ടുണ്ട്. പലപ്പോഴും ദൈവത്തിന്റെ വചനം ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് മൂത്രമായ ജനിച്ച സമയം മുതൽ എന്നോട് ഉണ്ടായിരുന്നു. 3 വർഷം ഇവിടെ കല്യാണത്തിന് മുമ്പ് ഞാൻ താമസം, കല്യാണം കഴിഞ്ഞതിന് ശേഷം 2 വർഷവും ഞാൻ ഇവിടെ തന്നെയായിരുന്നു. അപ്പം ആ സമയത്താണ് അമ്മ കൂടെ താമസിക്കാനായിട്ട് മഞ്ചേരി മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് കൂടെ വന്ന് താമസിക്കാനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് നന്ദഗോഡ് താമസിക്കാനായിട്ട് കടന്നു വരുമ്പോൾ അമ്മ പ്രോത്സാഹനങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല വർഷങ്ങൾ കൂട്ടായ്മ ദൈവങ്ങൾക്ക് ഉള്ളതാണ്. ദൈവത്തിന് ഞാൻ നന്ദിയുള്ളതാണ്. നിങ്ങളുടെ വീണ്ടും ഒരു കൂട്ടായിട്ട് ഉൾക്കൊള്ളിയാഴ്ച പറഞ്ഞതിനായിട്ട് കടന്നു വരുന്നതിനായിട്ട് ദൈവത്തെ കൊണ്ടുവന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയാനും സന്തോഷിച്ചു. ഇത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ക്രൂശ് മരണത്തെ കുറിച്ചാണ്. രക്ഷകന്റെ ക്രൂശിലെ മരണം. അപ്പോ ഞാൻ ചില വാക്യങ്ങളുണ്ട് പറയുന്ന സമയത്ത് നിങ്ങൾ ആ ഭാഗം ബൈബിളുണ്ടോ എന്നെ സഹായിക്കാനായിട്ട് നിങ്ങൾ ആ ഭാഗമെടുത്ത് കുറച്ചൊന്ന് വായിക്കും. ആദ്യത്തെ വാക്യം വെളിപാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യം. വെളിപാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യം. ലോകസ്ഥാപനത്തിന് മുമ്പായി അറുക്കപ്പെട്ട കുഞ്ഞാട്. അടുത്ത വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 23-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 23-ാം വാക്യം. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിപ്പിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും
പുരുഷനായി നസറേനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. അപ്പോ ദൈവം മുൻ നിയമിച്ച പ്രകാരം, ദൈവം മുന്നമേ നിർണയിച്ചതുപോലെയാണ് യേശു കർത്താവിനെ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ആളുകൾ വിചാരിച്ചത് യേശു കർത്താവിനെ തങ്ങളാണ് പിടിച്ചു കെട്ടി ക്രൂശിൽ തറച്ചത്. അതിന് ദൈവം അവരെ അനുവദിച്ചു തന്നു. ദൈവത്തിന്റെ നിർണയപ്രകാരമായിരുന്നു, അല്ലെങ്കിൽ ദൈവം മുൻ നിയമിച്ചതുപോലെ ആയിരുന്നു അത് സംഭവിച്ചത്. അതെപ്പോഴാണ് ദൈവം മുൻ നിയമിച്ചതെന്ന് തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ലോക സ്ഥാപനത്തിന് മുമ്പായി യേശു കർത്താവിന്റെ ഈ വലിയ യാഗം, തന്റെ ജീവൻ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്യാനായിട്ട് ദൈവം തീരുമാനിച്ചത് ഒരു സുപ്രഭാതത്തിലാണ്. 2000 വർഷം മുമ്പ് യേശു കർത്താവിനെ ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തതല്ല ദൈവം വിചാരിച്ച മാറി ഇനിയാണ് ക്രൂസ് ചെയ്യണം നൽകിയിട്ട് ദൈവം തീരുമാനിച്ചത് അതല്ല, ലോക സ്ഥാപനത്തിന് മുമ്പായി. അപ്പൊ ദൈവത്തിന് അറിയാമായിരുന്നില്ലേ മനുഷ്യന് പാപം ചെയ്യുന്നു? തീർച്ചയായിട്ടും. എന്നിട്ടും ദൈവം ആദാമിനെ അവയെ ദൈവത്തിന് അറിയാൻ പാടില്ലായിരുന്നു. മനുഷ്യൻ ദൈവം പറഞ്ഞ കൽപ്പന അനുസരിച്ചിട്ടില്ല. പകരമായിട്ട് ആ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കും എന്നുള്ളത് ദൈവത്തിന് അറിയത്തില്ല. തീർച്ചയായിട്ടും അറിയാം. ദൈവം സർവജ്ഞാനിയാണ്. ഒരു കാര്യം ദൈവത്തിന് പറഞ്ഞിരിക്കും. അതുകൊണ്ട് എല്ലാം അറിയുന്ന ദൈവത്തിന് അറിയാമായിരുന്നു മനുഷ്യൻ എന്റെ കൽപ്പന ലംഘിക്കുന്നു. അപ്പോ ആ സമയം അല്ലെങ്കിൽ ആ നിമിഷം മനുഷ്യനെ രക്ഷ ചെയ്യുന്ന നിമിഷത്തിലല്ല ദൈവത്തിന് വലിയൊരു അബദ്ധമായിരുന്നു. ഇനി ഇതിനെ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കുന്നത്. 12ാം ക്ലാസ്സിൽ ഞാൻ ബയോളജി എക്സാം എഴുതുന്ന സമയത്ത് ആദ്യം പ്രാക്ടിക്കലാണ്. പബ്ലിക് എക്സാമിന് ആദ്യത്തെ പ്രാക്ടിക്കലാണ്, പിന്നെയുള്ളൂ തിയറി. അപ്പൊ പ്രാക്ടിക്കൽ എക്സാമിന് ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് ഒരു തവളയെ ഞങ്ങൾ തരും. മയങ്ങി കിടക്കുന്ന ഒരു തവളയെ നമ്മളെ കേൾപ്പിക്കും. ഈ തവളയെ പറയാൻ പോകുന്നത് കൊച്ചുകുട്ടികൾ അധികം ശ്രദ്ധിച്ചു കേൾക്കുക. ഈ തവളയെ കുറിച്ച് തറക്കുന്ന പോലെ ഒരു ബോർഡില് 4 കാലിൽ ചെറിയ ആണി വെച്ച് അടിച്ചു കഴിക്കും. മയങ്ങി കിടക്കുന്ന തവളയായിരുന്നു. തവളയെ ഒരു ബോധമില്ല, വേറെ ഒന്നും അറിയാൻ പറ്റത്തില്ല എന്നാണ് ടീച്ചർമാർ നമ്മോട് പറയുന്നത്. എനിക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഈ സർജറി ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഈ 4 ആണി അടിച്ചതിന് ശേഷം അവളെ പറഞ്ഞ് നമ്മൾ തുറക്കുന്നു, സർജറി ചെയ്യുന്നു. സർജറി ചെയ്തിട്ട് അതിനകത്തുള്ള അവയവങ്ങളെല്ലാം ഇത് പുറത്താണ്. വയറ്, ആമാശയം, കിഡ്നി ഇതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മാറ്റം വരും. അപ്പോ ഞാൻ അത് ചെയ്ത സമയത്ത് കത്തി ഒരല്പം ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ പോയി കഴിഞ്ഞാൽ ഈ അവയവങ്ങളെല്ലാം അവിയെ വരും. ഏതാണ് വയറെന്നും ഏതാണ് കുടലെന്നും എന്ന് നമുക്ക് തിരിച്ചറിയാൻ ഭയങ്കര പ്രയാസം. ഒടുവിൽ എന്തെല്ലാമോ എവിടെയോ വെച്ച് മാർക്ക് ചെയ്ത് വെച്ചു. വൻകുടൽ, ചെറുകുടൽ, ആമാശയം എന്നൊക്കെ പറഞ്ഞു. അപ്പോ സൂപ്പർവൈസ് ചെയ്ത സാർ അദ്ദേഹം എല്ലാവരുടെയും ബോർഡിലേക്ക് നോക്കും എന്ന് പറഞ്ഞ് ഓരോ സ്റ്റുഡന്റിനും അടുത്ത് പോയി. എന്റെ ബോർഡിന്റെ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം അത് നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്തോ കാണിച്ചിരിക്കുന്നു. നമ്മൾ പറഞ്ഞതെല്ലാം മാർക്കിട്ടുണ്ടോ? പുള്ളി പറഞ്ഞു. പക്ഷെ എന്താണ് മാർക്കിടുന്നത് ഒരാൾക്കും മനസ്സിലാവാൻ സാധ്യതയില്ല. 10 മിനിറ്റ് ഉണ്ട്, ഇതൊന്ന് ശരിയാക്കി എടുക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് എഴുതി വെച്ചിരിക്കുന്ന രേഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു. വൻകുടൽ ചെറുകുടൽ, ചെറുകുടൽ വൻകുടൽ, ആമാശയം മാറ്റി
ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ചോദിക്കും, അപ്പോ 10 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം നേരെയാക്കി എടുക്കാൻ വളരെ പ്രയാസമുള്ള കാര്യം. അപ്പൊ മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷമല്ല ദൈവം അതെങ്ങനെ ശരിയാക്കാമെന്ന് പിന്നെ എല്ലാം അറിയുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ഭൂമിയുടെ അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ദൈവം തീരുമാനിച്ചു ഈ പാപത്തിനുള്ള പരിഹാരം എന്റെ പുത്രനായ യേശുക്രിസ്തുവിനായി. അപ്പോ ഈ വലിയ ഉദ്യമം യേശുക്രിസ്തുവിന്റെ ചുമതല, ദൈവത്തിന്റെ ചുമതല. അപ്പൊ ദൈവപുത്രൻ ഭൂമിയിലേക്ക് അവതരിക്കുന്ന സമയത്ത് സർവ്വലോകത്തിനുമുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് മാലാഖമാർ പറയുന്നത്. കാരണം സർവ്വലോകവും ആദാമിന്റെ പാപത്താൽ വീണിരിക്കുകയാണ്. സർവ്വലോകവും ദൈവവുമായിട്ട് പാപത്താൽ അകന്നിരിക്കുന്ന അവസ്ഥയാണ്. നന്മ ചെയ്യുന്നതിനില്ല, ഒരുവൻ പോലുമില്ല. ദൈവത്തിലേക്ക് മനുഷ്യന് മടങ്ങി വരാനായിട്ട് യാതൊരു മാർഗവുമില്ലാത്ത അവസ്ഥയിലാണ് മനുഷ്യപുത്രനെ ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നത്. കന്യകാമറിയത്തിൽ ഉൽപാദനായി ജനിക്കുന്ന യേശു കർത്താവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് 12-ാമത്തെ വയസ്സിൽ ഇതുപോലെ ഒരു യെരൂശലേമിലുള്ള ആലയത്തിൽ അദ്ദേഹം പെസഹ ആചരിക്കാനായിട്ട് കടന്നു വരുന്നു. പെസഹ ആചരിക്കാനായിട്ട് കടന്നു വരുമ്പോൾ സാധാരണ ഇസ്രായേൽ ആളുകളൊക്കെ സഞ്ചരിക്കുന്നത് കൂട്ടമായി ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടി യെരൂശലേമിലേക്ക് വരുമ്പോൾ ആണുങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യും. അതിന് തൊട്ട് മുമ്പേ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവും. അതിന്റെ ഏറ്റവും ഫ്രണ്ടിലാണ് കുട്ടികളുടെ കൂട്ടായ്മ. എല്ലാവരും അവരുടെ ഏജ് ഗ്രൂപ്പിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ 100 കണക്കിന് ആൾക്കാരുണ്ട്. അപ്പൊ മുന്നേ നടക്കുന്ന സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് എല്ലാം അവരുടെ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. തൊട്ട് പുറകെ നടക്കുന്ന സ്ത്രീകളെല്ലാം വിമൻസ് ഫെലോഷിപ്പ് അവരുടെ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഏറ്റവും പുറകെ വരുന്ന ആളുകൾക്ക് സംസാരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് കലദൃഷ്ണം പറഞ്ഞുകൊണ്ടായിരിക്കും ഏറ്റവും പുറകെ. അങ്ങനെ യെരൂശലേമിലെത്തി പെസഹ ആചരിച്ചു കഴിഞ്ഞ് മടങ്ങി പോകുന്ന സമയത്ത് എല്ലാവരുടെയും വിചാരം ആ കൂട്ടത്തിൽ യേശു ഉണ്ടാകും. മുന്നിൽ പോകുന്ന സൺഡേ സ്കൂൾ ഗ്രൂപ്പില് യേശു ഉണ്ടാകുമെന്ന് അമ്മ വിചാരിച്ചു. അമ്മയുടെയോ അല്ലെങ്കിൽ അതിന് പോകുന്ന സൺഡേ സ്കൂൾ ഗ്രൂപ്പിലോ യേശു കർത്താവ് ഉണ്ടാകുമെന്ന് യോസേഫും വിചാരിച്ചു. കുഞ്ഞ് എവിടെ വെച്ചാണ് മിസ്സായതെന്ന് അവര് ശ്രദ്ധിച്ചു. അങ്ങനെ നടന്നൊരു ദിവസം യാത്ര ചെയ്തതിനു ശേഷം എവിടെയോ സ്നാക്സ് കഴിക്കാനായിട്ട് നിന്നപ്പോൾ പെട്ടെന്ന് അവൻ തിരിച്ചറിയാൻ കുഞ്ഞ് അവിടെ ഇല്ല. ഉടനെ തന്നെ മടങ്ങി. ഒരു ദിവസം എടുത്ത് തിരിച്ച് മടങ്ങി വരാം. വീട്ടിൽ യെരൂശലേമിൽ ഒരു ദിവസം മുമ്പ് പറഞ്ഞതിന് ശേഷമാണ് യേശു കർത്താവ് ആലയത്തിലാണുള്ളതെന്ന് കണ്ടുപിടിക്കുന്നത്. 3 ദിവസം കുഞ്ഞിനെ കാണാൻ വിഷമിക്കുന്ന അപ്പനും അമ്മയും. 5 മിനിറ്റ് നമ്മുടെ കുട്ടികളെ കാണാതാവുമ്പോൾ ടെൻഷൻ നമുക്കറിയാം. 3 ദിവസം കാണാതാവുമ്പോൾ ടെൻഷൻ എന്തായിരിക്കും? അങ്ങനെ കണ്ടു കിട്ടിയപ്പോ നമുക്ക് ഭയങ്കര ആശ്വാസം. ഉടനെ തന്നെ കുഞ്ഞിനെ കൈയിട്ട് അറിയാം യേശു കർത്താവിനെ ശകാരിക്കുന്നു. എന്ത് പണിയാണ് നീ കാണിച്ചത്? ഞാനും അപ്പനും ആകെ വിഷമിച്ചു പോയി എന്ന് പറഞ്ഞ കൊച്ചിനെ ശകാരിക്കണം. ആ നിമിഷം യേശു കർത്താവിന്റെ ഉത്തരം ഭയങ്കര വ്യത്യസ്തമാണ്. ഞാനും നിന്റെ അപ്പനും ടെൻഷൻ അടിച്ചു എന്ന് പറയുമ്പോൾ ഭയപ്പെട്ടു പോയെന്ന് പറഞ്ഞപ്പോ യേശു കർത്താവ് മറുപടി പറയുകയാണ്, ഞാൻ എന്റെ അപ്പന്റെ കാര്യത്തിനല്ലേ വന്നിരിക്കുന്നു, ആ ഒരു വേല തീർക്കാനല്ലേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് യേശു കർത്താവ് അവരോട് ചോദിക്കുകയാണ്. മറിയ പറയാൻ ഉദ്ദേശിച്ചത് യോസേഫിനാണെങ്കിൽ യേശു കർത്താവ് മറുപടി പറഞ്ഞതില് അപ്പൻ എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ മിഷൻ. എന്റെ പിതാവായ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ചെയ്യാനായിട്ടാണ് പുത്രനായ ഞാൻ ഭൂമിയിലേക്ക്
12 വയസ്സിൽ യേശു കർത്താവിന് ആ തിരിച്ചറിവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വന്നിരിക്കുന്നത് ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. എന്നെ ദൈവം ഒരു പദ്ധതി ഏൽപ്പിച്ചിട്ടുണ്ട്, എന്നെ ദൈവം ഒരു ടാസ്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ ചെയ്തു തീർക്കാനായിട്ടാണ് യേശു കർത്താവ് വന്നിരിക്കുന്നതെന്ന് യേശു കർത്താവ് നന്നായിട്ടറിയാം. അപ്പോ യേശു കർത്താവിന്റെ ഈ മിഷൻ ഇന്ന് രാവിലെ നമുക്ക് കാണാനായിട്ട് വചനത്തിൽ നിന്ന് 5 ഫോട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊരു യാത്രയൊക്കെ പോയി വരുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുക, മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്നതായി ഈ ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കും. ഇത് ഞങ്ങളുടെ യാത്ര, അങ്ങോട്ട് പോയ യാത്രയിൽ നടന്ന സംഭവങ്ങൾ, ഇത് അവിടെ ഞങ്ങൾ കണ്ട കാഴ്ചകൾ, തിരിച്ചുള്ള വരവ് അവിടെ സംഭവിച്ച കാര്യം. അങ്ങനെ ഈ ഫോട്ടോസ് നമ്മുടെ ഓർമ്മയെ കൊടുക്കും. കല്യാണത്തിന് ഫോട്ടോസ് എടുക്കുന്നവരാണ്, ഇപ്പൊ ഫോട്ടോമാരെടുക്കാൻ വീഡിയോ, പക്ഷെ ഫോട്ടോകൾ എടുക്കുന്നത് നമുക്ക് നമ്മുടെ ഫോണിൽ സൂക്ഷിക്കാൻ ചില ഓർമ്മ. അതുപോലെ ഇന്ന് രാവിലെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് 5 ഫോട്ടോകൾ എടുക്കുക. ആദ്യത്തെ ഫോട്ടോ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നിന്ന്, ബൈബിൾ പഴയ നിയമത്തിലൂടെ ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-ാം ഭാഗം. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-ാം ഭാഗം. അവിടെ നമ്മുടെ ആദ്യത്തെ ഫോട്ടോ ഒന്ന് കാണാം. മാംസത്തിന്റെ ജീവൻ രക്തത്തിൽ അല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തം ആകുന്നത്. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തം ആകുന്നത്. ജീവൻ മൂലമായി പ്രായശ്ചിത്തം. ദൈവം മനുഷ്യന്റെ പാപത്തിന് ഒരു പ്രായശ്ചിത്തം കഴിച്ചു. പരിഹാരമല്ല, പ്രായശ്ചിത്തം. എന്താണ് പ്രായശ്ചിത്തം? മനുഷ്യൻ ഒരു പാപം ചെയ്യുന്ന സമയത്ത് അതിന് രക്തം കൊടുത്തു വേണം ആ കടം വീട്ടാനായിട്ട്. ഒരു പാപം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് മറുപടിയായി കൊടുക്കുന്നത് നമ്മുടെ രക്തമാണ്. മനുഷ്യൻ ചെയ്യുന്നത്, ഞാൻ പാപം ചെയ്തുകൊണ്ടിരുന്നാൽ രക്തം കൊടുത്തുകൊണ്ടേ, പാപത്തിന്റെ അളവനുസരിച്ച് രക്തത്തിന്റെ ഒഴുകും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ പാപത്തിൽ ജീവിക്കുന്നെങ്കിൽ ആ മനുഷ്യന് പിന്നെ രക്തം വാർന്ന് ജീവനില്ലാതെ മരണം സംഭവിക്കും. നമ്മൾ നോക്കുക, നമ്മൾ ജനിച്ച സമയം മുതൽ ഇതുവരെ ഈ പ്രായം വരെ നമ്മൾ എത്ര പാപം ചെയ്യുമെങ്കിൽ ഓരോ പാപത്തിനും ഒരു ദിവസം ഒരു പാപം ചെയ്യുന്നില്ല. ഇപ്പൊ എനിക്ക് ഏകദേശം വയസ്സ് 18 എന്റെ വയസ്സ് കൂടുതലായി. എന്റെ മകന് 19. എനിക്ക് എന്റെ വയസ്സ് 50. 50ാമത്തെ വയസ്സിൽ ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഓരോ ദിവസം ഞാൻ ഓരോ പാപം ചെയ്യുന്നുവെങ്കിൽ ആ ഓരോ പാപത്തിനും ഞാൻ രക്തമാണ് മറുപടിയായി കൊടുക്കുന്നതെങ്കിൽ ഇത് ഞാൻ ഇവിടെ ആരോഗ്യത്തോടെ ഇങ്ങനെ എനിക്ക് ഒരു മാർഗം നിൽക്കുന്നെങ്കിൽ ഞാൻ സാക്ഷിയൊക്കെ പറയുകയാണ്. ഇതിന്റെ അത്ഭുതം. അപ്പൊ ഒരു മനുഷ്യനും മറുപടിയായി പാപം കൊടുത്താൽ ജീവൻ അവശേഷിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ദൈവം അതിന് പകരമായിട്ട് ദൈവം ഒരു ഫോട്ടോ നമ്മളെ കണ്ടു പറയണം. നിന്റെ രക്തം വേണ്ട, പകരം ഒരു ആട്ടുകുട്ടിയെ കൊണ്ടുവന്നതാണ്. ആ ആട്ടുകുട്ടി ഉരുവില്ലാതെ, അതായത് ഞൊണ്ടിക്കാരനാവാൻ പാടില്ല, കണ്ണ് നഷ്ടപ്പെട്ടതാവാൻ പാടില്ല, ആരോഗ്യമൊക്കെ കറക്റ്റ് ആയിട്ടുള്ളത് വെച്ച് ആടായിരുന്നു. ഈ ആടിനെ കൊണ്ടുവന്ന് യാഗപീഠത്തിന്റെ അടുത്ത് വെച്ച് അതിന്റെ തലയിൽ നമുക്ക് കൈ വെച്ചിട്ട് നമ്മുടെ പാപമെല്ലാം ആ ആടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ എന്റെ ആടിന്റെ മുകളിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ ഉടനത്തെ ആടിനെ എനിക്ക് പകരമായിട്ട് നടക്കുന്നു. ആടുകളായി നിരപരാധിയായ ആ ആടിനെ നമുക്ക് വേണ്ടി മൂലനും വില്ലനും ഒക്കെ ആയിട്ടുള്ള എനിക്ക് വേണ്ടി ആ ആടാണ് വിളിക്കുന്നത്. അപ്പൊ ആട് കിടന്ന് നിലവിളിക്കും. ആട് കോറി ഓടാൻ നോക്കും.
ഇതെല്ലാം കാണുമ്പോ എനിക്ക് വേണ്ടിയാണ് ആൾ മരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ദൈവം പറയണേ, ഈ നീ പാപം ചെയ്യരുത്, ഇനി ആ തെറ്റ് നീ ആവർത്തിക്കരുത്. ആ ആര് കിടന്ന് നിലവിളിക്കുന്നത് കേട്ടോ, അതിന് ചാവണ്ട, അതിന് അർപ്പണ്ട, അതിന് നീ ജീവിക്കണം. പക്ഷെ നിന്റെ പാപം കാരണമാണ് ആള് മരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നേരെ ഈ പാപം ചെയ്യാൻ, ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഫോട്ടോ നമ്മളെ കാണുന്നത്. ഈ ആളിന്റെ ദുരവസ്ഥ കണ്ടെങ്കിലും നമ്മുടെ മനസ്സാണ് നമ്മൾ കർത്താവിനെ ശ്രമിക്കും. നമ്മൾ ഇങ്ങനെ ആ പാപം ആവർത്തിക്കാൻ പാടില്ല. അങ്ങനെയാണ് അവനെ എനിക്ക് പകരമായിട്ട് യാഗത്തിൽ കെട്ടി അതിനെ അർത്ഥം, അതിന്റെ രക്തം എന്റെ രക്തത്തിന് പകരമായി മറുപടി ദൈവം സ്വീകരിക്കുകയാണ്. അങ്ങനെ എന്റെ പാപം ദൈവം ക്ഷമിക്കുന്നു. ആ അവനെ കഷ്ടമായിട്ട് വിളിക്കാൻ ദൈവം അനുവദിക്കുക. അപ്പോ അറക്കപ്പെട്ട കുഞ്ഞാടാണ് ആദ്യത്തെ ഫോട്ടോ. പക്ഷെ മനുഷ്യൻ നല്ല വിടുകയാണ്. ആ യാഗം കഴിഞ്ഞ് ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞ് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെല്ലുമ്പോ മനുഷ്യൻ പെട്ടെന്ന് ഒരു ശബ്ദം കാതിൽ കേൾക്കുക, ആളുകൾ കരയുന്ന ശബ്ദം. അപ്പൊ ഈ വ്യക്തി തന്റെ ആളുകളുടെ കണക്ഷൻ എടുത്തോട് പോയി നോക്കുക. ആളുകളുടെ അതുകൊണ്ട് എന്ത് നോക്കുമ്പോൾ അയാൾക്ക് കാണാൻ പറ്റും, ഈ ഒരു 9 ആട്ടുകുട്ടി പൂരമായിട്ട് തിരിക്കും. ആരോഗ്യത്തോടുകൂടി 9 ആട്ടുകുട്ടി അവിടെ ഇരിക്കണം. ഒരെണ്ണത്തിന്റെ രാത്രി വന്നിരിക്കുകയാണ്, ഇനി 9 നമ്മൾ ബാക്കി. ഉടനെ ആ മനുഷ്യന്റെ മനസ്സിൽ വെട്ടുകൊടുക്കും. ഐഡിയ എന്താണ്? 9 പ്രാവശ്യത്തോടെ എനിക്ക് പാപം ചെയ്യാം. ഇനിയും എനിക്ക് പാപം ആവർത്തിക്കാൻ പറ്റും. ആവർത്തിച്ചാൽ മറുപടിയായി ആളുകളെ. അങ്ങനെ ഓരോ പാപം മനുഷ്യൻ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ പകരമായി ആളുകളെ കൊണ്ടുവരും. അതേ കാര്യം ആ ആളിനെ അർത്ഥ ചോര പുഴയുടെ യെരൂശലേമിൽ കടന്നു വരുന്ന സമയത്ത് യെരൂശലേമിന്റെ ആലയത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്ന വെള്ളം, ആ രക്തം വൃത്തിയായിരുന്ന വെള്ളം ചോര പുഴ പോലെ ഒഴുകില്ല. പക്ഷെ മനുഷ്യന് പാപം ചെയ്യുന്നത് നിർത്തുന്നില്ല. അതുകൊണ്ടാണ് കാളകളുടെയും ആണിന്റെയും രക്തം നമ്മുടെ പാവം എടുത്തു കളയുന്നത്. കാരണം പാവം ഹൃദയത്തിന്റെ പ്രശ്നമാണ്, പുറമേയുള്ള പ്രശ്നമല്ല, ഹൃദയമുള്ള പ്രശ്നമാണ്. മനുഷ്യന്റെ പാവം മനുഷ്യന്റെ സ്വാർത്ഥ മനസ്സിൽ നിന്ന് വരുന്നതാണ്, പാപ മനസ്സിൽ നിന്ന് വരുന്നതാണ്, ദുഷ്ട മനസ്സിൽ നിന്ന് വരുന്നതാണ്. മനുഷ്യന്റെ മനസ്സിൽ ഒരു നന്മയും വരുന്നതാണ് നമ്മളെ ഓർമ്മിക്കുന്നത്. ആദാമിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന പാപ സ്വഭാവം, ഹവ്വയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന പാപം ഇന്നും നമ്മളിൽ. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു വീഴുന്ന സമയത്ത് നമുക്ക് കണ്ടോണ്ടിരിക്കുമ്പോ ഒരു കുഞ്ഞിക്കാലം കാണാൻ പറ്റിയത്. ആ കുഞ്ഞിക്കാലം വളർന്ന് നടക്കാനുള്ള പ്രായമാകുമ്പോഴേക്കും കുരുത്തപ്പെടുന്നതാണ് ഒപ്പിച്ചു വരും. നല്ല അടി കിട്ടുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. നന്മയ്ക്കെന്തെങ്കിലും ചെയ്യുമോ? ഒന്നും ചെയ്തില്ല. കാരണം നമ്മുടെ സ്വഭാവമാണ് കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നത്. ഒരേ അത് തിന്നരുത്, അത് ജീവനുള്ളതാണ്, പഴുതാരയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതേ തിന്നു, അതേ എടുത്ത് പാലിട്ടു. കാരണം അനുസരണക്കേട് നന്നായി കിട്ടിയത്. ആ വശത്തോട്ട് പോകരുത്, അപകടമാണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേ പോകുള്ളൂ. കാരണം അങ്ങനെയാണ് സ്വഭാവം. അപ്പോ ഈ സ്വഭാവം മനുഷ്യനുള്ളിടത്തോളം കാലം ആ തലമുറ പാപത്തിൽ നിന്ന് പാപത്തിലോട്ട് പോയിക്കൊണ്ടേയും ഒരിക്കലും മനസ്സിൽ മാനസാന്തരം നിന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ദൈവം എന്നേക്കും ഈ ഒരു പ്രായശേഷം മനുഷ്യനെ കിട്ടിയാലും. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മോടൊപ്പം വസിക്കണം, ദൈവത്തിന് നമ്മുടെ കൂടെ യഹോവയ്ക്ക് ഇരിക്കണമെന്നാണ് യഹോവയുടെ ആഗ്രഹം. അപ്പോ ശലോമോൻ എന്നുള്ള രാജാവ് അദ്ദേഹം ആലയം പണിയുന്ന സമയത്ത് വളരെ സന്തോഷമുണ്ട്. ദാവീദിന്റെ അവസ്ഥയാണ് ഈ ഐഡിയ. ഈ ദൈവം എന്നേക്കും നമ്മളൊപ്പം ജീവിക്കണം. അപ്പൊ ദാവീദ് പ്രാർത്ഥിച്ചു പറഞ്ഞിട്ട്
അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടാകും. അങ്ങ് അങ്ങനെ ജനതയെ വിട്ടു പോകരുത്. ദൈവം നമ്മോട് കൂടെ നമുക്ക് നാട്ടുകാരോട് പറയാൻ ഇസ്രായേലിലെ ദൈവം ഇസ്രായേലിൽ കൂടെ താമസിക്കുന്നുണ്ട്. ദൈവം പറഞ്ഞു, നിന്റെ കൈ കൊണ്ട് രക്തത്താൽ കറപ്പെട്ടിരിക്കുകയാണ്, നീ യുദ്ധത്തിന്റെ മനുഷ്യനാണ്. അതുകൊണ്ട് ദാവീദ്, നീ എനിക്ക് വേണ്ടി ആരാധന പറയുന്ന നിന്റെ മകൻ എനിക്ക് വേണ്ടി ആരാധന പറയും. അങ്ങനെ ശലോമോൻ ആലയം പണിയാനുള്ള എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ദാവീദ് വന്നത്. അങ്ങനെ ശലോമോൻ തന്റെ ആലയം പണിതു. എന്നിട്ട് ദൈവത്തിനാണ് സമർപ്പിച്ചു പോകുന്നത്. ദൈവത്തെ അങ്ങയുടെ സാന്നിധ്യം ഈ ആലയത്തിൽ ഉണ്ടാകണമേ. അന്ന് ഈ ആലയത്തിൽ നിന്ന് ഓരോ വ്യക്തി പ്രാർത്ഥിക്കുമ്പോഴും അവർ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ, അവരുടെ പാപങ്ങളെ ക്ഷമിക്കണമേ, ഇസ്രായേലിന്റെ കൂടെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടു. അന്ന് മുതൽ ആ ആലയം ദൈവത്തിനായി സമർപ്പിച്ച ദിവസം മുതൽ ദൈവത്തിന്റെ പ്രകാശം അതിപരിശുദ്ധ സ്ഥലത്ത് കർത്തന്റെ അപ്പുറത്ത് ദൈവത്തിന്റെ അതിപരിശുദ്ധ സാന്നിധ്യം ഒരു വെളിച്ചമായിട്ട് പ്രകാശിച്ചു. ഷെക്കീന എന്ന് പറയുന്ന ആ വെളിച്ചം, ദൈവത്തിന്റെ അത്ഭുത പ്രകാശം ഇസ്രായേലിലുള്ള ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ, ഒരു കർത്തന്റെ മറവില് കത്തിയിരിക്കൊണ്ടിരിക്കുക. അതിനർത്ഥം എന്താണ്? ഇസ്രായേലിനെ ആർക്കും യുദ്ധത്തിന് കിടന്ന് ജയിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ, അയൽവാസികളെ, രാജ്യങ്ങൾക്ക് ഇസ്രായേൽ ഭയങ്കര പേടിയാണ്. കാരണം അവർ വിളിച്ചാൽ ജീവനുള്ള അവരുടെ ദൈവം മറ്റുള്ളവരുടെ ദൈവമല്ല. ശരിയുണ്ട്, പക്ഷെ കേൾക്കാൻ വായ സംസാരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ദൈവമാണ് ഉറപ്പുള്ളത്. പക്ഷെ ഇസ്രായേലിന്റെ ദൈവം ജീവനോടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ എതിരായിട്ട് വരുമെന്ന് പറയുകയും അവരെ മുട്ടടി. കാരണം ഇസ്രായേലിന്റെ ദൈവം അവരോട് പോലും ശക്തിന പ്രകാശം അതിപരിശുദ്ധ സ്ഥലത്ത് പ്രകാശത്തിലേ പുരോഹിതൻ ആലയത്തിലോട്ട് ഇവരുടെ മകളിലേക്ക് കടന്നു ചെയ്യാൻ പേടിയാണ്. കാരണം പുരോഹിതന്റെ സ്വന്തം ജീവിതം, വ്യക്തി ജീവിതം വൃത്തികേടാണെങ്കിൽ, മോശപ്പെട്ടതാണെങ്കിൽ അയാൾ അവിടെ മരിച്ചു. ഇത്രയും ഭീകരമാണ് സാന്നിധ്യം. അപ്പോ ഓരോ പ്രാവശ്യവും ആരാധനയ്ക്ക് കടന്നു പോകുന്ന മഹാപുരുഷനായ വ്യക്തിക്ക് ജീവൻ പറയാൻ പറ്റുന്ന കാര്യം, ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിലേക്കാണ് ഈ കുഞ്ഞാട് വ്യക്തമായിട്ട് വർഷത്തിലൊരിക്കൽ അദ്ദേഹം കടന്നിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യം കേട്ടി പുറത്തോട്ട് വരുന്നില്ല. അദ്ദേഹം ആ മരിച്ചു വീടാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡി ആ കരയുടെ അപ്പുറത്തുള്ള ആൾക്കാർക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ കാലൊരു കരക്കെട്ടി പുറത്തു. അങ്ങനെ ജീവൻ പറയാൻ പറ്റും. ഇതൊക്കെ അഡ്വഞ്ചറിനൊക്കെ പോകുന്ന സമയത്ത് കുന്നിനെ മടക്കി പിടിച്ച് കയറുമ്പോഴാണ് ജീവൻ പറയാൻ പറ്റും. പക്ഷെ ഇവിടെ പുരോഗതിക്കാര വ്യക്തി ആരാധനയ്ക്ക് കടന്നു പോകുമ്പോ ജീവൻ പറയാൻ വെച്ചാണ്. അപ്പൊ ഇതാണ് ദൈവം ആഗ്രഹിച്ചത്, മനുഷ്യരോടൊപ്പം ജീവിക്കണം. അപ്പൊ ആ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം? ദൈവത്തെ ഭയന്ന് പാപം വിട്ട് അകന്ന് ജീവിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിനോട് അവരോട് വസിക്കാൻ ഇഷ്ടം. പക്ഷെ മനുഷ്യൻ ചെയ്തു ദൈവം പറയുന്നതൊന്നും അനുസരിക്കരുത്, തോന്നിയ വഴി പോകാൻ. അപ്പൊ ദൈവം ഒരു പ്രവാചകന്മാരെടുത്ത് പറഞ്ഞു, നിങ്ങളുടെ നടത്തം ശരിയായി, അല്ലാതെ ഞാൻ നിങ്ങളൊപ്പം എന്നൊന്നും വസിക്കുന്നില്ല. മുമ്പ് അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹം ലോകം വെട്ടിപ്പിടിച്ച മഹാനാണ്. അദ്ദേഹം യുദ്ധത്തിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു വകുപ്പുണ്ട്. അദ്ദേഹം കൊട്ടാരത്തിൽ താമസിക്കുന്നില്ല. അദ്ദേഹം നമ്മളെ പോലെ സാധാരണക്കാരുടെ വേഷം ധരിച്ച് ആളുകൾക്ക് എന്തൊക്കെയാണ് പ്രയാസമെന്ന് അറിയാൻ വേണ്ടി അവരുടെ ഇടയിലൂടെ ഇറങ്ങിച്ചെല്ലുന്ന ഒരു രാജാവ്. ഒരു ദിവസം രാത്രി ഇദ്ദേഹം വേഷമൊക്കെ മാറ്റി നമ്മളെ പോലെ സാധാരണക്കാരുടെ കച്ചവടക്കാരുടെ വേഷമിട്ട് അദ്ദേഹം കൊട്ടാരത്തിന്റെ പുറകിൽ ഒരു ഡോറുണ്ട്. ആ ഡോർ വഴി അദ്ദേഹം പുറത്തിറങ്ങി ആളുകൾക്ക് എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് അന്വേഷിച്ചു. അവരുടെ പ്രയാസങ്ങളും അവരുടെ കംപ്ലൈന്റും ഒക്കെ അദ്ദേഹം നേരിട്ട് കേട്ടു. രാജാവായിട്ടല്ല, ഒരു സാധാരണക്കാരൻ. എന്നിട്ട് അദ്ദേഹം തിരിച്ചു തന്നെ കൊട്ടാരത്തോട് വന്നുകൊണ്ടിരിക്കുമ്പോ കൊട്ടാര കാവൽക്കാരനായിരിക്കുന്ന മനുഷ്യൻ നല്ല ഓട്ടം കേട്ടോ പറയുന്നത്.
അലക്സാണ്ടർ ചക്രവർത്തിയായിട്ട് ഇദ്ദേഹം വാങ്ങുകയാണെങ്കിൽ രാജാവിനെ അതായത് എന്നെ ആരെങ്കിലും കൊല്ലാനായിട്ട് ആക്രമിക്കാനായിട്ട് വരികയാണെങ്കിൽ ഉടനെ തന്നെ ആൾക്കാരെ പറഞ്ഞില്ലേ താങ്കൾ എന്താണ് ചെയ്യുന്നത്? ഇത്ര വലിയ ഉത്തരവാദിത്തമാണ് രാജാവിനെ കൊട്ടാരം കാവലാനാണ് നിങ്ങൾ ഉറങ്ങിയാൽ എങ്ങനെ ചെയ്യണം? ഉടനെ തന്നെ ആ മനുഷ്യൻ സോറി എഴുന്നേറ്റിരുന്നു. രാജാവ് തന്റെ സ്ഥിരം വഴി പെട്രോൾ വാങ്ങുകളുടെ കൊട്ടാരക്കാർക്ക് വിവരിച്ചു. ഇങ്ങനെ 2-3 പ്രാവശ്യം രാജാവ് വെളിയിലോട്ട് പോയപ്പോഴും തിരിച്ചു വരുമ്പോ അതേ വഴി നിന്ന് വന്നപ്പോ കൊട്ടാരക്കാരൻ വീണ്ടും ഉണർന്നു. ദേശം രാജാവ് വീണ്ടും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടുള്ള മനുഷ്യരെ കാണിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നിങ്ങൾ ഓർമ്മമായിരുന്നു, ഇപ്രാവശ്യം ഓർമ്മ. അങ്ങനെ 3-4 പ്രാവശ്യം ഇതേ അവസരം കണ്ടപ്പോ രാജാവ് ദേഷ്യം. രാജാവ് ഇദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കണം. ഒന്നും ഐ ഡി കാർഡൊന്നും വെക്കുന്ന പതിവില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ കുലുക്കി പിടിച്ച് എഴുന്നേറ്റിട്ട് ചോദിച്ചു, നിങ്ങളുടെ പേര്? ഉടനെ ആ വ്യക്തി കണക്കെ തിരുമ്പി ഫോട്ടോവായിട്ട് എഴുന്നേറ്റ് പറഞ്ഞു, എന്റെ പേര് അലക്സാണ്ടർ. രാജാവ് ഞെട്ടിപ്പോയി. രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ പേര് അലക്സാണ്ടർ, കാതലിന്റെ ഈ മനുഷ്യന്റെ പേര് അലക്സാണ്ടർ. പക്ഷെ വലിയ വ്യത്യാസം എന്താണ്? രാജാവ് പകലായാലും രാത്രിയായാലും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ്, അധ്വാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ മനുഷ്യൻ രാജാവിന് വേണ്ടി ജോലി ചെയ്യുന്നു, പക്ഷെ മതി. ഉടനെ രാജാവ് സഹിച്ചില്ല. രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു, മനുഷ്യൻ ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് വേറെ പേര് അലക്സാണ്ടർ എന്ന പേര് വെച്ചുകൊണ്ട് ഈ പഠിച്ച് ഞാൻ അപ്പോ ദൈവം ഇസ്രായേൽ പറഞ്ഞു, എന്റെ സാന്നിധ്യം നിങ്ങളുടെ നാളുകളിൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ മാനസാന്തരത്തോടുകൂടി ജീവിക്കണം, പാപമില്ലാതെ ജീവിക്കണം. ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ് നിങ്ങളെന്ന് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കണം, അന്യരാജ്യങ്ങളിലുള്ള ആൾക്കാരെ കാണാൻ സാധിക്കണം. അങ്ങനെ ജീവിച്ചില്ല. പക്ഷെ ഇസ്രായേൽ അനുസരിച്ചു വീണ്ടും വീണ്ടും പാപം ആവുന്നതിലൂടെ ഒടുവിൽ ദൈവം പറഞ്ഞു, ഇനി എന്റെ ഈ പ്രകാശം ഈ ആലയത്തിൽ ഉണ്ടാകും, ഇനി എന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ കൊടുക്കുക. അങ്ങനെ യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ നമ്മൾ പ്രത്യേകമായ കാഴ്ച കാണും. യെഹെസ്കേൽ പ്രവാചകന്റെ കാഴ്ച അദ്ദേഹം കണ്ടു, സ്വർഗ്ഗത്തിൽ നിന്നൊരു രഥം താഴു ആലയത്തിന്റെ വെളിയിൽ വന്ന് വെയിറ്റ് ചെയ്തു. അപ്പൊ ദൈവത്തിന്റെ പ്രകാശം, ഈ ശക്തിയുടെ പ്രകാശം അത് ആലയം വിട്ട് പുറത്തു ഈ രഥത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് ഈ രഥം സ്വർഗത്തിലേക്ക് തിരിച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം അന്നു മുതൽ ഇസ്രായേലിനെ വിട്ടു. ആളുകളെല്ലാം ഞെട്ടിപ്പോയി. കാരണം ഇനി ശത്രുക്കൾ അവരെ ആക്രമിക്കും. കാരണം അവരുടെ ദൈവം അവരോട് കൂടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇല്ല. അവരുടെ അനുഗ്രഹങ്ങളെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ കാവലും സുരക്ഷയും അവർക്ക് നഷ്ടപ്പെട്ടു. ഇപ്പൊ ഇസ്രായേലിനോട് പറഞ്ഞു, മാനസാന്തരപ്പെടുക. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ മനം തിരിഞ്ഞേക്കണം. ഇസ്രായേൽ മനസ്സൊന്നും തിരിഞ്ഞില്ല. നൂറ്റാണ്ടുകൾ ദൈവം കൃപയാലെ അറിയിച്ചു, എന്റെ സാന്നിധ്യം ഒരു ദിവസം തിരിച്ചു. ഞാൻ ഒരു ദിവസം നിങ്ങളൊപ്പം വന്ന് നീ താമസം. പക്ഷേ മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിലല്ല ദൈവം താമസിക്കാൻ പോകുന്നതെന്ന് ദൈവം വിശ്വാസത്തോടെ സംസാരിച്ചു. നൂറ്റാണ്ടുകൾക്ക് ശേഷം യേശു ക്രിസ്തു ജനിക്കാനായിട്ട് പോകുന്ന സന്ദേശം ഗബ്രിയേൽ കൊണ്ടുവന്നപ്പോൾ യോസേഫിനോട് പറയുകയാണ്, മറിയ ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞായിരിക്കും. നീ അവന് യേശു എന്ന് പേരാണ്. എന്നാൽ അവൻ തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു. യഹോവ രക്ഷിക്കുന്നു എന്നാണ് യേശു എന്നുള്ള പദത്തിന്റെ അർത്ഥം. ആ പേരിന്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു. എങ്ങനെയാണ് യഹോവ രക്ഷിക്കുന്നത്? ഇമ്മാനുവേൽ,
ദൈവം നിങ്ങളോട് ദൈവം നിങ്ങളോട് വസിക്കുന്നു. പുതിയൊരു ആലയം ദൈവം പണിയാൻ പോകും. ആ ആലയം യേശു കർത്താവിന്റെ ശരീരം. ഈ ആലയത്തിലാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഈ 4 പേര് കാണാറുണ്ട്. ഈ സാന്നിധ്യം നമ്മളോട് വസിക്കുന്നത് ഒരു ശരീരം ഉടലിനകത്താണ്. ദൈവത്തിന്റെ സകല മഹത്വവും സകല പ്രഭാവവും സകല ശക്തിയും ഒരു ശരീരത്തിനകത്തോട് ദൈവം കുത്തി കയറ്റുകയാണ്. അതെങ്ങനെ സംഭവിച്ചു ആർക്കും മനസ്സിലാവില്ല. അസാധ്യമായ അതിശയമാണ് യേശു കർത്താവിന്റെ ശരീരത്തിലൂടെ ദൈവം സാധിച്ചത്. സകല പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സകല അധികാരമുള്ള ആ ദൈവത്തിന്റെ സാന്നിധ്യം ഒരു കൊച്ചു കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ദൈവം കുത്തിക്കയറ്റി. അങ്ങനെ നമ്മുടെ ഇടയിൽ ഒരു ദൈവാലയം ആണ് യേശുവിന്റെ ശരീരം. അപ്പോ രണ്ടാമത്തെ ഫോട്ടോ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ആലയത്തിന്റെ പിക്ചറാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതുപോലൊരു ആലയം, ഇതുപോലൊരു ആലയമല്ല, ഒരു മനുഷ്യന്റെ ശരീരം. ആ യേശുക്രിസ്തുവിന്റെ ശരീരമാണ് ദൈവം വസിക്കുന്ന ആലയം. ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യം. യോഹന്നാൻ 2:19. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പാൻ ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. ഈ മന്ദിരം പറയാണ്, ഞാൻ 3 ദിവസത്തിനകം തിരിച്ചു പണിയുന്നതാണ്. നാട്ടുകാരെ എന്തായാലും ചുറ്റു നോക്കുമ്പോൾ എല്ലാം ഉള്ളത് മനോഹരമായ ആലയം. ഒത്തിരി വർഷം എടുത്താണ് ആ മനുഷ്യൻ പണിത്. അന്നത്തെ കാലത്ത് മഹാത്ഭുതമാണ് ഈ ആലയം. യഹൂദന്മാരെ പ്രസാദിപ്പിക്കാനായിട്ട് ദുഷ്ടനായ ഹെരോദാരാജാവ് പണിത ആലയം. നമുക്ക് വിചാരിച്ചപ്പോ ഈ ആലയമാണ് നശിപ്പിക്കാൻ യേശു പറയുന്നത്. യേശുവിനെ അവസാനം കുറ്റം പറയുന്ന സമയത്ത് അവര് സാക്ഷിയായിട്ട് നിർത്തുന്ന ആൾക്കാർ പറയുന്ന സാക്ഷ്യമാണ്, ഈ മനുഷ്യൻ പറഞ്ഞു ദൈവത്തിന്റെ ആലയം നശിപ്പിക്കും, ഞാൻ അത് തിരിച്ച് പണിതരാമെന്ന് പറഞ്ഞു. പക്ഷെ ആ സാക്ഷ്യം ഇല്ല. കാരണം എന്താ? യേശു കർത്താവ് ഈ ആലയത്തെ കുറിച്ചല്ല പറഞ്ഞത്. യേശു കർത്താവ് തന്റെ ആലയമാകുന്ന ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 21-ാം വാക്യം. അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ചത്രേ പറഞ്ഞത്. അവനോ തന്റെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോ ഈ ആലയത്തെ ദൈവം മനുഷ്യരെ വിട്ടുകൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ആലയത്തോട് നിങ്ങൾക്ക് പ്രതികരിക്കാം. മനുഷ്യൻ എന്ത് ചെയ്തു? ആ ആലയത്തെ പിരിച്ച് ചീറി നശിപ്പിച്ച് കഷ്ണമാക്കി ക്രൂശിന്. ദൈവം ഞങ്ങളെ അവിടെ താമസിക്കാൻ സഹിക്കാൻ പറ്റുന്നില്ല എന്ന മനുഷ്യൻ നിലവിളിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം മുമ്പെങ്ങനെയാണ് നമുക്ക് ഇടർച്ചയായിരുന്നത്? അത് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് ആൾക്കാര് ഇന്ന് ഞങ്ങൾക്ക് ദൈവം ഇടർച്ച. പാപം ചെയ്യുന്നവർക്ക് ദൈവം അന്നും ഇന്നും ഇടർച്ച. ദൈവം അടുത്തോട്ട് വരുമ്പോൾ നമുക്ക് ശ്വാസമാണ്. ദൈവം അടുത്തോട്ട് വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റും. ദൈവത്തിന്റെ വിശുദ്ധി നമുക്ക് താങ്ങാൻ പറ്റും. യേശു കർത്താവിന്റെ ബോധനത്തിൽ പ്രവേശിച്ചപ്പോ പത്രോസിന് പെട്ടെന്ന് ബോധമുണ്ടായി, പരിശുദ്ധനായ കർത്താവ്. അപ്പൊ തന്നെ പത്രോസ് മറ്റൊരു ബോധമുണ്ടായി, ഒട്ടും പരിശുദ്ധിയില്ലാത്ത ഞാൻ. ഉടനെ പത്രോസ് യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, നീ എന്റെ ബോട്ട് വിട്ടൊന്ന് പോയി തരണം. നിന്റെ സന്നിധിയിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല, ഞാൻ പാപിയായ മനുഷ്യനാണ്. യേശു കർത്താവ് ബോട്ടിൽ വന്നപ്പോ ഒരു മുപ്പതിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ചായ, മത്സ്യം കിട്ടുക. അതിനായിട്ടാണ് ജീവിക്കുന്നത്, അതിനായിട്ടാണ് പോകുന്നത്. യേശു കർത്താവ് ബോട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ബോട്ടിൽ മീൻ വന്ന് മറഞ്ഞില്ല. അയാളുടെ ബോട്ടിൽ മാത്രമല്ല, അടുത്തുള്ള ബോട്ടുകളിൽ പോലും മീനെന്നാണ്. ഇപ്പൊ മുപ്പന്മാരുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കും. അപ്പൊ ശരിക്കും പത്രോസ് പറയുന്നതാണ്, യേശു കർത്താവിനെ കാലം വിട്ടു കാരണം യേശു കർത്താവേ
നീ എന്റെ പാർട്ട്ണറായിരുന്നു. എന്ന് നീ എന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ എനിക്കിങ്ങനെ മീൻ വന്ന് ബോട്ടിൽ വന്ന് മാറുള്ളൂ. ഞാൻ മീൻ പിടിക്കാൻ അങ്ങോട്ട് പോകണ്ട, മീൻ മുന്നോട്ട് വരും. പക്ഷേ ഞാൻ അരിഷ്ടമാക്കി വിശ്വസിക്കുന്നു. മനുഷ്യൻ എപ്പോൾ പാപം ചെയ്യുന്ന മനുഷ്യൻ ദൈവം വിശുദ്ധനായ ദൈവം എപ്പോഴും നമുക്ക് നിൽക്കാനുള്ള യോഗ്യതയില്ല. പക്ഷെ അതേപോലെ തന്നെ ദൈവം അടുത്തോട് വരാൻ നോക്കുമ്പോൾ അവനെ വിളിച്ച് ക്രൂശിലാക്കുന്നവരാണ്, ആ ആരെ ചെയ്യുന്നവരാണ്. അത് നമ്മളെ ചെയ്യുന്നതിന്റെ പാപമാണ്, നമ്മളിലുള്ള പാപം. ആ പാപത്തിനെ വസിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് വിശുദ്ധനായ ദൈവത്തെ നമ്മൾ പഠിപ്പിക്കാതിരിക്കുന്നത്. പക്ഷേ ദൈവം തന്റെ വാഗ്ദത്തം പൂർത്തീകരിച്ചു. ദൈവം നമ്മുടെ ഇടയിൽ വന്ന് വസിച്ചു. സ്വർഗ്ഗരാജ്യം ഭൂമിയിൽ ഇറങ്ങി വന്നാൽ എങ്ങനെയായിരിക്കും യേശു ഒരു ടേസ്റ്റ് നമുക്ക് യേശുവിനോടുള്ള ജീവിതം 12 പേരുടെ ജീവൻ മാറ്റി മറക്കുന്നുണ്ട്. ആ ശിഷ്യന്മാരെല്ലാം ലോകം തീരുമാനം മറച്ചുവെന്നും ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ ഫോട്ടോ യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യത്തിലാണ് യേശു കർത്താവ് പുറത്തെടുക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിന്നൊരു ഫോട്ടോ. ഫ്ലാഷ് ബാക്ക്. ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ നിന്ന് വാഗ്ദത്ത ദേശത്തോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നടന്നൊരു സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യം. സംഖ്യാ പുസ്തകം 21-ാം അധ്യായത്തില് ഈ കഥ വിവരിച്ചിട്ടുണ്ട്. അത് മോശ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഇസ്രായേൽ വിട്ട് മരുഭൂമിയിലൂടെ നടക്കുന്ന സമയത്ത് ഈ ജനം, ഇസ്രായേൽ ജനം മോശയോട് കംപ്ലൈന്റ് പറയും, ഞങ്ങളെ ഈ മരുഭൂമിക്കാരുടെ നയിക്കാമോ, നീ ഞങ്ങളെ കൊല്ലാനാണ് ഇസ്രായേൽ തുടങ്ങുന്നത്. ഇത്രയും കാലം ദൈവം അവരെ വിശ്വസ്തനായിട്ട് നടന്നത്. പകരം തളരായിട്ടും രാത്രി വെളിച്ചമായിട്ടും അവർക്ക് വേണ്ടുന്ന മന്ന കൊടുക്കുന്നു, അവർക്ക് വേണ്ടുന്ന കാളപക്ഷി കൊടുക്കുന്നു, എല്ലാം കൊടുത്തു, വെള്ളം കൊടുക്കുന്നു. എല്ലാം ദൈവത്തിന് കണ്ടുകൊണ്ടിരിക്കുക. മാത്രമല്ല ഇസ്രായേലിലെ ഈജിപ്തുകാരെ ദൈവം എങ്ങനെ ദൈവം ഇതെല്ലാം കണ്ട ജനം ഈ ദൈവത്തെ വഴിയായിരുന്നു. അവരുടെ ഹൃദയത്തിലുള്ള വിഷം ദൈവത്തിന്റെ പ്രദർശിപ്പിക്കുക. ആ സമയം ദൈവം വിഷമുള്ള പാമ്പുകളെ അവരുടെ അയച്ചു. ഈ വിഷം നിങ്ങൾക്ക് തിരിച്ചെടുക്കുന്ന പോലെ ദൈവത്തിന്റെ ശാപം പറഞ്ഞു. ഉടനെ തന്നെ വിഷമുള്ള പാമ്പുകൾ മരുഭൂമിയിൽ നിന്ന് ഇവരെല്ലാരെയും കടിക്കാൻ കടി വളർന്ന വിഷം എടുക്കുന്നവരെല്ലാം മരിച്ചു വിടാറുണ്ട്. ഉടനെ തന്നെ ഈ ജനം മോശയോട് പ്രാർത്ഥിച്ചു, മോശെ എന്തെങ്കിലും ചെയ്യും, ഞങ്ങളെ രക്ഷിക്കുക. ഉടനെ മോശ ദൈവത്തോട് വിളിച്ചു, ദൈവമേ അങ്ങയുടെ ജനം നശിച്ചു പോയാൽ മറ്റുള്ളവർ എന്ത് സംസാരിക്കും, അങ്ങയെ കുറിച്ച് എന്ത് പറയും? നീ ആ ഇസ്രായേലിൽ കൊല്ലാനാണെന്നുള്ളത് മറ്റുള്ളവർ അങ്ങനെ തിരിഞ്ഞ അതിന്റെ പേരിൽ വരാൻ പാടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം. ഉടനെ ദൈവം മോശം കാര്യങ്ങളോ നീ ഒരു കാര്യം, ഒരു ബ്രാസ് എന്ന് പറയുന്ന മെറ്റലിലെ ഒരു സർപ്പത്തെ ഉണ്ടാകും. എന്നിട്ട് ഈ സർപ്പത്തെ ഒരു വടിയുടെ മുകളിൽ തറക്കണം. എന്നിട്ട് ഈ പാമ്പിന്, ഈ കത്തിരിക്കുന്ന പാമ്പിനെ ഉയർത്തിപ്പിടിക്കും. വിഷം ഏൽക്കുന്ന ആളുകളല്ല, അതായത് പാമ്പ് കടി കൊള്ളുന്ന ആൾക്കാരെല്ലാം ഈ തടിക്കലിരിക്കുന്ന മെറ്റൽ പാമ്പിനെ കാണുകയാണെങ്കിൽ അവർക്ക് വിഷം മരിച്ചു പോകും.
ഉടനെ തന്നെ മോശം എന്ത് ചെയ്തു? ഒരു പാമ്പിനെ എടുത്ത്, ഒരു മറ്റൊരു പാമ്പിനെ എടുത്ത് ആണ് ഈ ഇറച്ചി കയറ്റി മണി പൊക്കി പിടിച്ചു. അതിലേക്ക് നോക്കിയവർ രക്ഷപ്പെട്ടു, മരിച്ചു. പക്ഷെ അനേകം പേര് ആ പാമ്പിലേക്ക് നോക്കി അവർക്ക് വിഷയിച്ചു. അവര് അപ്പൊ യേശു കർത്താവിനോട് രാത്രി സമയത്ത് ഒരു പരീക്ഷനായിട്ട് നിക്കോദിമോസ് വന്ന് ചോദിക്കുകയാണ്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? ഇത് ചോദിച്ചിട്ട് യേശു കർത്താവ് മറുപടി കൊടുത്തപ്പോ ഈ ഫോട്ടോ എടുത്താണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനൊരു സംഭവം നടന്ന ഓർമ്മയുണ്ട്. അദ്ദേഹം മരിച്ചാണ്, പഠിച്ചിട്ടുണ്ട്, ബൈബിൾ പഠിച്ച ആളാണ്, വളരെ കേട്ടിട്ടുണ്ട്. ഉടനെ ഞാൻ അറിയുന്നു അത് എന്താണ് കാണാൻ ചോദിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞു, ഇതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും. മനുഷ്യപുത്രൻ ഒരു കാര്യത്തിൽ ഉയർത്തപ്പെടുമ്പോൾ ആരെന്നിലേക്ക് നോക്കുന്നു, വിശ്വാസത്തോടെ ആരെന്നിലേക്ക് നോക്കുന്നു, ആ വ്യക്തികൾ പാപത്തിന്റെ വേഷം അവർക്ക് ഏൽക്കത്തില്ല, മരണത്തിന്റെ വേഷം അവർക്ക് ഏൽക്കത്തില്ല. അവര് നിത്യരാജ്യത്തോടെ അവര് രക്ഷിക്കപ്പെടും. നിക്കോദിമോസേ, നീയും നിന്റെ ആളുകൾ മരിക്കേണ്ട ആവശ്യം, ആത്മീയമായി നിങ്ങൾ ആരും മരിക്കേണ്ട ആവശ്യമില്ല. ആത്മീയമായിട്ടുള്ള ജീവൻ ദൈവത്തിനായിട്ട് ഒരുക്കിയിരിക്കുന്ന സന്ദേശമാണ് യേശു കർത്താവിനെ കുറിച്ച് ആളുകൾ പറയുന്നത്. അവനെ വിശ്വാസത്തോടെ നോക്കുന്ന ഏത് രക്ഷിക്കപ്പെടും. ദൈവത്തിന്റെ വാഗ്ദാനമാണ്. യേശു കർത്താവ് തന്നെ നോക്കിയിരിക്കുന്നതിനോടാണ് ഒരു പിക്ചർ പറയാണ്. ആ നിന്ന ഞാൻ ഏറ്റുവാങ്ങി, ആ ശാപം, നിന്റെ വിഷം ഞാൻ വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് മുന്നിലേക്ക് നോക്കുന്നവരെല്ലാം രക്ഷപ്പെടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ യേശു കർത്താവ് 6 മണിക്കൂറാണ് ക്രൂശിൽ കിടന്നത്. അത്രയല്ലേ കഷ്ടപ്പെട്ടുള്ളൂ. യേശു കർത്താവിന്റെ കഷ്ടപ്പാട് അതിന് വരുന്നു. യേശു കർത്താവ് 33 വർഷവും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. യേശു കർത്താവ് തന്നെ നിന്ദിച്ചപ്പോഴെല്ലാം നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. കാരണം യേശു കർത്താവിന്റെ അമാനുഷികമായ ശക്തിയുടെ 1% പോലും തനിക്ക് വേണ്ടി യേശു ഉപയോഗിച്ചിട്ടില്ല. അതായത് തന്റെ വേദന കുറയ്ക്കാനോ ആ നിന്ന തനിക്ക് കൊള്ളാതിരിക്കാനോ യേശു കർത്താവ് ഷീറ്റ് കൊടയെന്ന് വെച്ച് അറിഞ്ഞു വെച്ചു. എല്ലാം അനുഭവിച്ചു. തന്റെ ദിവ്യ ശക്തി ഉപയോഗിക്കാതെ ആ വേദനയെല്ലാം യേശു കർത്താവ് അറിഞ്ഞു വെച്ചു. ഇന്ത്യയിലാണെന്ന് വെച്ചാൽ നമ്മുടെ ശാപം, നമ്മുടെ പാപം യേശു കർത്താവ് ആ ക്രൂശിൽ വഹിച്ചു. അതാണ് 3ാമത്തെ ചിത്രം. മനുഷ്യപുത്രൻ സർപ്പത്തെ പോലെ, ആ മരുഭൂമിയിലെ സർപ്പത്തെ പോലെ, മോശം പോലെ പിതാവായ ദൈവത്തിനെ ഉയർത്തും. അത് നിസ്സാരമാർക്ക് വേണ്ടിയല്ല, പക്ഷെ ഇത് സർവ്വജനത്തിനും വേണ്ടി, സർവ്വലോകത്തിനും വേണ്ടി അവനിലേക്ക് ആര് നോക്കുന്നു അവർക്ക് സർപ്പത്തിന്റെ വിഷം, പാപത്തിന്റെ വിഷം അവർക്ക് ദൈവത്തിന്റെ അപ്പോ ഗലാത്യരുടെ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. ദൈവം നമ്മെ രക്ഷിച്ചതിന്റെ കൂട്ടത്തിൽ പാപവും മരണവും മാത്രമല്ല, നിയമത്തിൽ നിന്നും ദൈവം നമ്മെ ദൈവത്തിന്റെ നിയമത്തിൽ ആകെ രക്ഷപ്പെടാൻ. ഒരു മനുഷ്യനും ദൈവത്തിന്റെ നിയമത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്നു. ദൈവത്തിന്റെ നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം പാപികളാണ്, തെറ്റുകാരാണ്. ഗലാത്യർ 3-ലെ വായിക്കാം. പുതിയ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി വിശ്വാസത്തിൽ പ്രാപിക്കണം. അപ്പൊ എനിക്ക് വേണ്ടി കർത്താവ് യാഗമായി, ശാപമായി ആ ക്രൂശിൽ മരണമാണ്.
ഇതെന്റെ ഭാഗം എന്റെ ശാപം വയ്ക്കാനായിട്ടാണ് യേശു കർത്താവ് ചെയ്തത്. നിയമത്തിന്റെ പഴയ നിയമത്തിലെ നമുക്ക് തരുന്ന 10 കൽപ്പനകളും ആ കൽപ്പന നമുക്ക് തന്നിരിക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു മനുഷ്യനും ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് രക്ഷപ്പെടും. ദൈവം നമ്മൾ ന്യായം വിധിക്കാൻ പോകുന്നത് അതിന് ന്യായപ്രമാണം വെച്ചിട്ടാണ്. ആ ന്യായപ്രമാണത്തിന്റെ ശാപത്തിന്റെ കീഴിലാണ് നാം എല്ലാവരും. ഞാൻ പറയുമോ, ഞാൻ ആരെയും കൊല ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ ആരെയും മോഷ്ടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവസാനത്തെ കൽപ്പന എന്താ പറയുന്നത്? അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത്. അതെങ്കിലും നമുക്ക് കേൾക്കുക. അന്യന്റെ മുതലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരു നിയമം തെറ്റിച്ചാൽ ബാക്കി 9 തെറ്റിച്ചതിന് ദൈവത്തിന്റെ കൽപ്പന ഒരു മനുഷ്യനും പൂർണ്ണമായിട്ട് പാലിക്കാൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ദൈവം. പക്ഷെ നമ്മൾ പറയുമോ, 4 ഞാൻ ചെയ്തിട്ടുണ്ട്, 5 ഞാൻ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. ദൈവം കുഴപ്പമില്ല, ഒരു മനുഷ്യനും ആ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മൾ രക്ഷിക്കാനായിട്ടാണ് യേശു കർത്താവ് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ഒരു ക്ലാസ്സിൽ ന്യായപ്രമാണം മറ്റൊരു ക്ലാസ്സിൽ പഠിക്കും. ന്യായപ്രമാണം ഒരു ക്ലാസ്സിലിരിക്കും മാത്രം. പക്ഷെ ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് യേശു കർത്താവിനെ, എന്റെ പകരക്കാരനെ. ആ പകരക്കാരനാണ് വരുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും. അല്ലാതെ നമുക്ക് ഒരു രക്ഷപ്പെടും. അപ്പോ ദൈവത്തിന്റെ 3ാമത്തെ ഫോട്ടോ, ആദ്യത്തെ ഫോട്ടോ അറക്കപ്പെട്ട കുഞ്ഞാണ്. 2ാമത്തെ ഫോട്ടോ ദൈവം വസിക്കുന്ന ആലയം. 3ാമത്തെ ഫോട്ടോ ഉയർത്തപ്പെട്ട 4ാമത്തെ ഫോട്ടോ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 17-18 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 17-18 വാക്യം. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവിനെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുക്കാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിക്കാനും അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചു. ഒരു ആട്ടിടേന്റെ ഫോട്ടോ, നല്ല തന്റെ ആളുകൾക്ക് വേണ്ടി ജീവൻ വരെ ത്യാഗം ചെയ്യുന്ന ഒരു നല്ല ഇടം. ഒന്ന് ആലോചിച്ചു, നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാൻ പോകാം, നിങ്ങൾ വാഹനം വണ്ടിയോട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രിയാണ്, എല്ലാവർക്കും ഇരുട്ടാം. നിങ്ങളുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് മാത്രമേ ഉള്ളൂ, സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല. അപ്പൊ ആ ഹെഡ്ലൈറ്റ് കാണുന്നത് വെച്ചാൽ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന്റെ ഫ്രണ്ടില് ഒരു ആട്ടുകുട്ടി പ്രത്യേകപ്പെടുന്നില്ല. പെട്ടെന്ന് നമ്മൾ നേടും, അയ്യോ ഒരു ജീവി അതിന്റെ ഫ്രണ്ടിലിരിക്കുകയാണ്, ഒരു ജീവിതമായ ആട്ടുകുട്ടിയെ. അപ്പൊ നമ്മളെന്ത് ചെയ്യും? ആട്ടുകുട്ടിയെ കൊല്ലണ്ട എന്ന് വിചാരിച്ച് വണ്ടി പെട്ടെന്ന് അത് വെട്ടിക്കും, പെട്ടെന്ന് തിരിക്കും. നിരവധി ആറ് വെറുതെ വണ്ടി കിടന്നല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വണ്ടി എന്ന് വെട്ടിക്കും. വണ്ടി തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഹെഡ്ലൈറ്റിന് മുമ്പിൽ ഒരു മനുഷ്യൻ ആ ആടിന്റെ ഓണം വരികയാണ്. നമ്മളെന്ത് ചെയ്യും? തിരിച്ചു വെട്ടിക്കും. കാരണം എന്താ? മനുഷ്യനാണോ ആട്ടു വെട്ടിക്കാൻ വരാറുള്ളത്? ആട്ടുകെട്ടില്ല, മനുഷ്യനെയാണ് വരുന്നത്. ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ആടെ ചത്താലും കുഴപ്പമില്ല, തിരിച്ചു കൊണ്ടിരിക്കും. ആരെ യേശുദാസ് തന്നെയാണ് പറയുന്നത്, മനുഷ്യജീവന് മൃഗങ്ങളുടെ ജീവനേക്കാൾ വിലയുള്ളതാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നമുക്ക് ആദ്യത്തെ ഫോട്ടോ കാണിച്ചത്, മനുഷ്യന് പകരം ഒരു ആട്ടുകുട്ടിയെ ഞാൻ കഴിക്കാൻ. മനുഷ്യ ജീവിതം വിലയുള്ളതാണ്. ദൈവം തന്റെ സാഹചര്യത്തിലാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. മൃഗങ്ങളൊന്നും അവൻ സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് മനുഷ്യൻ വില കിട്ടുന്നു. ഒരു മനുഷ്യൻ നശിക്കുന്നത് ദൈവത്തിന്റെ സാഹചര്യം. മദർ തെരേസ അവർ പറയുന്നു, പാവപ്പെട്ട് കുഷ്ഠരോഗിയായിട്ട് മരിക്കാനിരിക്കുന്ന വ്യക്തികളിൽ പോലും ഞാൻ യേശുക്രിസ്തുവിനെ കാണുന്നു. യേശുക്രിസ്തുവിന്റെ സ്വരൂപമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ സ്വരൂപം ഞാൻ കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരെ വെള്ളപ്പെടുത്തുന്നതും മരുന്ന് കൊടുക്കുന്നതും അവരെ സൗഖ്യമാക്കാനും
ദൈവത്തോട് അവർക്ക് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു ഭിക്ഷക്കാരൻ റോട്ടിൽ കിടന്ന് വിശന്ന് ചാവം പറഞ്ഞത് നിർബന്ധമായി അതിനായിട്ട് അവരുടെ ജീവിതം അവര് മുടിഞ്ഞു. അപ്പോ മനുഷ്യൻ മൃഗത്തെക്കാൾ വിലപിടിക്കുന്നതാണെന്നുകൊണ്ടാണ് യേശുക്കർത്താവ് ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി മറുപടിയായി മരിക്കാൻ കഴിയും. ഇതിന് മരിക്കാൻ കൊണ്ട് യേശുക്കർത്താവ് നമ്മോട് പറയാണ്, നിങ്ങൾ എനിക്ക് ആരും പറയാണ്, ഞാൻ ആരുടേതാണെങ്കിൽ നിങ്ങൾ എന്റെ ആളുകളാണ്. ഇത്രയും കാലം ആളുകളാണ് നമുക്ക് വേണ്ടി മരിച്ചത്. യേശുക്കർത്താവ് ആ പരിപാടി നിർത്തി. ഇനി ഇടയാണ് ആളുകൾക്ക് വേണ്ടി മരിക്കുന്നത്. ഇടയൻ തന്റെ ജീവൻ ആളുകൾക്ക് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോ പഴയ പ്രകാരം ആളുകൾ നമ്മുടെ ഇടയന്മാർക്ക് വേണ്ടി മരിക്കുക. എപ്പോഴും പുതിയ നിയമത്തിൽ വന്നപ്പോ ഇടയൻ ആളുകൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി. അന്നത്തെ ദിവസം ആളുകൾ പൂർണ്ണാശോടെ ആളുകൾ വെക്കുന്നുണ്ട്. ആളുകൾ പറഞ്ഞു, അയ്യോ എന്നെ കൊല്ലല്ലേ, അയ്യോ എന്നെ കൊല്ലല്ലേ. ആളുകളാണ് മലയാളത്തിലല്ല അവരുടെ ഭാഷയിൽ ഒരു കരഞ്ഞു വിളിക്കും. കാരണം അവരുടെ കത്തി കാണുമ്പോഴേ അറിയാം എന്തോ പന്നികളുണ്ട്. ഇനി ഞാൻ എന്റെ അമ്മയോ ബാലകളോ മറ്റു ആളുകളെ ഒന്നും കാണത്തില്ലെന്ന് ആഗ്രഹിക്കുന്നത് നന്നായിട്ട് ആ കുട്ടി ഞാൻ വിളിച്ചോണ്ടേ കരഞ്ഞോടേ കരച്ചില് അവരുടെ എല്ലാം ശരിയില് മന്ത്രിച്ചോണ്ടേ. അങ്ങനെ മനസ്സില്ലാ മനസ്സോ ഒരു താല്പര്യമില്ല, താൻ ചെയ്ത ഒരു പാപവും ഇല്ലാതെ ആ ആട്ടുകുട്ടി നമുക്ക് വേണ്ടി നടക്കപ്പെടുക. യേശുക്കർത്താവിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു എന്തിനു വേണ്ടിയാണ് യേശുക്കർത്താവ് കുറിച്ചിട്ടുള്ളത്. യേശുക്കർത്താവിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു എങ്ങനെയാണ് യേശുക്കർത്താവ് കൊല്ലാൻ എന്തിനു. യേശുക്കർത്താവ് പറഞ്ഞു, ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അവരെന്നെ വസ്ത്രമെല്ലാം ഉരിഞ്ഞ് നഗ്നനാണ്. അവരെന്നെ തലയിൽ ആണി അടിച്ചത്. അവരെന്നെ വേണ്ട രീതിയിൽ എല്ലാം നശിപ്പിച്ചു. എന്റെ ശരീരത്തോട് അവര് ഒരു സാക്ഷ്യം കാണിക്കാൻ, എന്റെ മുഖത്ത് തുപ്പു, എന്റെ മുഖം അവർ വിരുദ്ധമാണ് നടന്നുകൊണ്ട് ശരീരത്തെ അവർക്ക് വേണ്ടി. അപ്പോ പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ ഹൃദയത്തോടുകൂടി ഒരു കുഞ്ഞാടായിട്ട് നമുക്ക് വേണ്ടി മരിച്ചു. ഇതാണ് നാലാമത്തെ ആട്ടിടെ യേശു നമുക്ക് വേണ്ടി. ഇപ്പൊ 4 ചിത്രം ഏതൊക്കെയാണ് നോക്കുക. അതിലേക്ക് ഞാൻ ആദ്യം നോക്കാം. ആദ്യത്തെ ചിത്രം എന്താണ്? അറക്കപ്പെട്ട കുഞ്ഞാൻ. രണ്ടാമത്തെ ഫോട്ടോ ദൈവം വസിക്കുന്ന ആലയം. ഒരു ശരീരമാണ് ദൈവത്തിന്റെ ആലയം, യേശുക്രിസ്തുവിന്റെ ശരീരം. മൂന്നാമത്തെ ഫോട്ടോ എന്താണ്? മൂന്നാമത്തെ ഫോട്ടോ ഉയർത്തപ്പെട്ട ഒരു പാമ്പ്, പിച്ചള പാമ്പ്. ഇതാണ് മൂന്നാമത്തെ ഫോട്ടോ. മരുഭൂമി പിച്ചള പാമ്പിനെ ഉയർത്തി അതേപോലെ മനുഷ്യപുത്രൻ ക്രൂശിൽ ഉയർത്തപ്പെടണോ അത് അവനോട് വിശ്വാസത്തോട് നോക്കുന്ന നേരം. നാലാമത്തെ ഇമേജ് അല്ലെങ്കിൽ ഫോട്ടോ നല്ല ആളിന് വേണ്ടി ജീവൻ ത്യാഗം ചെയ്യാനായിട്ട് പൂർണ്ണ മനസ്സോടെ തലത്തിനെ ഏൽപ്പിച്ചു കൊടുത്ത വിശ്വാസം. അഞ്ചാമത്തെ ഫോട്ടോയോട് അഞ്ചാമത്തെ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം. യോഹന്നാൻ 12:23-24 അഞ്ചാമത്തെ ഫോട്ടോ. മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതുമണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഗോതമ്പ് അഞ്ചാമത്തെ ചിത്രം. ഒരു ഗോതമ്പ് മണി തലയിൽ വീണ് ചത്ത് അടക്കപ്പെട്ടാൽ മാത്രമേ ജീവൻ വരത്തുള്ളൂ.
ഈ ഗോതമ്പ് മണിയുടെ യേശു കർത്താവ് ഉദ്ദേശിച്ചത് തന്റെ ശരീരത്തെയാണ്. യേശു കർത്താവിന്റെ ശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി അതിനെ തുണിക്കകത്ത് ചുറ്റി അതിനെ യോസേഫ് അരിമത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കല്ലറയ്ക്കകത്ത് ആരുടെ കല്ലറ ആ കല്ലറ ഉപയോഗിച്ചിട്ടേ അദ്ദേഹത്തിന്റെ മാത്രം കല്ലറയായിരുന്നു, അതിന്റെ കുടുംബ കല്ലറയാണ്. അത് യേശു കർത്താവിന് കട കൊടുത്തതാണ് 3 ദിവസത്തേക്ക്. അദ്ദേഹം കൊടുത്ത പറയുന്നത് 3 ദിവസത്തേക്കാണ് ഉള്ളത്. പക്ഷേ യേശു കർത്താവ് 3 ദിവസത്തെ ഉപയോഗിച്ചു വാടകയ്ക്കായി. ആ കല്ലറയിൽ യേശു കർത്താവിനെ അടക്കിയപ്പോൾ ഈ ഗോതമ്പ് മണി നഷ്ടം പോയി. ആ നഷ്ട ഗോതമ്പ് മണി 3 ദിവസം കഴിഞ്ഞപ്പോ അത് ഉയർത്തു. നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. ഇതാണ് 5ാമത്തെ ചിത്രം. യേശു കർത്താവിന്റെ ശരീരം ആ ഗോതമ്പ് മണിക്ക് അതിനകത്ത് ജീവൻ അടങ്ങിയിട്ടുണ്ട്. മരിച്ചു, പക്ഷെ മരണത്തിലും ജീവനോടുള്ള കർത്താവിനെ കാണാൻ സാധിക്കും. ഒരു വിത്ത് ജീവനോടുള്ള ലോകത്തില്ല, അത്രയ്ക്ക് ഡ്രൈ ആയി വരുന്ന ഒരു വസ്തുവാണ്. അതിനകത്ത് ജീവൻ വരുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ലേ? നമ്മൾ ഒരു വിത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ജീവനോടാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ജീവനാണ് സംഭവം. ഡെഡ് ഒബ്ജക്റ്റ്, അതിന് ജീവനില്ല, അതിന്റെ അവിടെ തന്നെ ഇരിക്കും എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ വിത്ത് ജീവനില്ലാത്തൊരു വസ്തുവാണ്. പക്ഷെ ദൈവം പറയുന്നത് അതിനകത്ത് ഒരു മാറ്റമുണ്ട്, അതിനകത്ത് ലൈഫ് അടങ്ങി. ആ വിത്തിനെ നമ്മൾ നടുന്നത് അത്ഭുതം. യേശുവിന്റെ ശരീരം അതിനകത്ത് ജീവൻ അടങ്ങി. അതിനെ കുറിച്ച് പറയുമ്പോൾ അതങ്ങ് ഉയർത്തും. പിശാച് വിചാരിച്ചത് യേശു കർത്താവിനെ കുറിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം തീർന്നു, താൻ ജയിച്ചു. പിശാചിന്റെ ദൈവത്തിന്റെ പദ്ധതി കൺഫ്യൂഷനിലായിരുന്നു. യേശു കർത്താവിനെ കുറിച്ചിരിക്കാൻ പിശാച്, യേശു കർത്താവ് അടക്കിയോ പിശാച് തന്റെ കൂടെ സന്തോഷിച്ചു അർമാനം. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോ യേശു പൊട്ടിപ്പുറപ്പെട്ട് വീണ്ടും. അപ്പോ തന്റെ ശരീരത്തെ യേശു കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ചെറിയ വിത്തിനോടാണ്. അപ്പോ എന്താണ് ഈ ജീവന്റെ യേശു കർത്താവ് ഉയർത്തുന്നത്? അത്രയും നാളും പാപത്തിൽ അടങ്ങിയിരുന്ന നമ്മൾ ഓരോരുത്തരും പാപത്തിൽ മരണപ്പെട്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ദൈവം ആദാമിനെ കൽപ്പിച്ചതാണ്, നീ ആ ഫലം കഴിക്കുന്ന നിമിഷം നീ മരിക്കും നിശ്ചയം. ദൈവം മരിക്കും പറഞ്ഞില്ല, ദൈവം മരിക്കും നിശ്ചയം പറഞ്ഞു നിശ്ചയപ്പെട്ട് മരിക്കും. പക്ഷെ ആ ഫലം കഴിച്ച നിമിഷം മരിച്ചു വീഴുന്നു. അപ്പൊ നമ്മളിങ്ങനെ വിശാലാണ് ആദ്യം പറയുന്നത്, നിങ്ങൾ മരിക്കുകയും ഇത് ആദ്യത്തിൽ മോനെ നിങ്ങൾ മരിക്കുകയും അത് പറഞ്ഞാണ് അപ്പൊ പോയിട്ട് ഫലം എടുത്ത് കഴിക്കുന്നത്. അപ്പോ ഫലം എടുത്ത് കഴിക്കുകയും ചെയ്തു. തൊട്ടടുത്തേക്ക് ആദാമിനെ കൊടുക്കുകയും ചെയ്തു. ആദാമത് കഴിച്ചു. പക്ഷെ രണ്ടിനും മനുഷ്യരായിട്ട് ഉടനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മൾ കഴിക്കുമ്പോ ആദാം പിന്നീട് മരിക്കുമെന്നാണ് ദൈവം ഉദ്ദേശിച്ചത്. അല്ല, ആ നിമിഷം അവിടെ മരണം നടന്നു. ആത്മീയമായ മരണം നടന്നു. ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വിച്ഛേദിക്കപ്പെട്ടു. അതുകൊണ്ടാണ് വൈകുന്നേര സമയത്ത് ദൈവം ഏത് ലോകത്തോട് നടന്നു വന്നപ്പോൾ മനുഷ്യൻ ഒളിച്ചത്. എല്ലാ ദിവസവും ദൈവം വരാറുണ്ട്. വൈകുന്നേരത്തെ സമയത്ത് ദൈവത്തിനൊപ്പം മനുഷ്യൻ നടക്കാറുണ്ട്. ദൈവം മനുഷ്യന് സംസാരിക്കും, മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം ഒരു ചെറിയ വ്യത്യാസം. ദൈവം വന്നു, അപ്പോയിന്റ്മെന്റ് സമയത്ത് ദൈവം വന്നു, മനുഷ്യനെ കാണുന്നില്ല. അപ്പൊ ദൈവം എവിടെ? ഞാൻ നിനക്ക് എങ്ങനെ മനസ്സിലായി? മരണം സംഭവിച്ചിരിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ വൈഫൈ ചത്തുപോയി, നെറ്റ്വർക്ക് കണക്ഷൻ ഡിസ്കണക്ട്. ദൈവമായിട്ടുള്ള സകല ബന്ധവും മരിച്ചു. ആ മരണപ്പെട്ട അവസ്ഥയിൽ നിന്നും മനുഷ്യനെ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ മറ്റൊരു ഉയർച്ച സംഭവിക്കും. മനുഷ്യപുത്രൻ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കും. ആ ജീവനെ നമ്മൾ
വിശ്വസിക്കുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഇന്ന് ഇവിടെ ജീവൻ, യേശു കർത്താവിന്റെ ജീവൻ നമ്മളിലൂടെ ഒഴുകാനുള്ളതാണ്. യേശു കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ജീവനായിട്ട് സ്വീകരിക്കുക. ഭൂമിക്ക് അടിത്തറയിടുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞിരിക്കുന്നതാണ്, ഈ മനുഷ്യരെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ രക്ഷപ്പെടാം. ആ രക്ഷപ്പെടെങ്കിൽ നമ്മുടെ ജീവനോടെ കഴിയും. അതിനുവേണ്ടി നമ്മൾ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ആ ജീവൻ എനിക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കർത്താവേ, എന്റെ ഹൃദയത്തിലേക്ക് കാണുന്നുണ്ടെങ്കിൽ അങ്ങയുടെ ജീവൻ എനിക്ക് നല്ലവരെ എന്ന് മാത്രം നമ്മൾ സത്യസന്ധമായി നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചാണ്. പ്രാർത്ഥന കേൾക്കും. മരണപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ജീവൻ തിരിച്ച് ഈ ഭാഗ്യം രക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ നിർജീവമായി കിടക്കുന്ന ഓരോ ഭാഗ്യങ്ങളെ ഉണർത്താനായിട്ട് അവരുടെ നെറ്റ്വർക്ക് ലൈവ് ആക്കാനായിട്ട് ദൈവമായിട്ട് ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടാണ് ഈ 5 ഫോട്ടോ ഓടിച്ചു നോക്കാം. 5 ഫോട്ടോ ദൈവം പറയുന്നു, അറക്കപ്പെട്ട കുഞ്ഞാട്, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അറക്കപ്പെട്ടവനായ കുഞ്ഞാട്. രണ്ടാമത്തെ ഫോട്ടോ ദൈവം വസിക്കുന്ന ആലയം. ജീവൻ നമ്മുടെ ഹൃദയത്തോട് വന്നു കഴിഞ്ഞാൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ആലയമാണ്. എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമായിട്ട് മാറിയിരിക്കും. മൂന്നാമത് ദൈവത്തിന്റെ സർപ്പം ദൈവം ഉയർത്തിയിരിക്കുക. ആ പിക്ചർ സർപ്പത്തിലേക്ക് നോക്കിയവരെല്ലാം രക്ഷിക്കപ്പെട്ടുവെങ്കിൽ മനുഷ്യവർഗത്തിലേക്ക് നോക്കുന്ന ഏവരും ഇന്ന് രക്ഷപ്പെടും. നാലാമത്തെ ചിത്രം, ദൈവം തന്റെ നല്ല ഇടയനാണ് നമുക്ക് വേണ്ടി നൽകിയത്. ആളുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ത്യാഗം ചെയ്ത നല്ല ഇടയൻ. അവന്റെ ശബ്ദം നമ്മൾ ഇന്ന് കേൾക്കുകയാണ്. ആ ശബ്ദം തിരിച്ചറിഞ്ഞ നമ്മുടെ അഞ്ചാമത്തെ ഒരു വ്യക്തിന്റെ അത് നട്ടത് 3-ാം ദിവസം ജീവനോടെ ഉയർത്തെഴുന്നേറ്റു. ആ ജീവൻ ശക്തിയോടുകൂടി ക്രിസ്തുയേശു മരണപ്പെട്ടിരിക്കുന്ന നമ്മുടെ പാപ ഹൃദയങ്ങൾ ജീവനോട് മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. നിത്യജീവൻ ഈ ജലശരീരങ്ങൾ നൽകാനായിട്ട് അങ്ങ് ഈ ഭൂമിയിലേക്ക് കടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമില്ലാത്ത അങ്ങയുടെ ജീവിതം മറുപടിയായിട്ട് യാഗമായിട്ട് ക്രൂശിൽ അടിക്കാൻ വേണ്ടി മരിച്ചത് പൂർണ്ണ ജയത്തോടുകൂടി പൂർണ്ണ ശക്തിയോടുകൂടി 3-ാം ദിവസം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ് മനസ്സിലാക്കുക, എനിക്ക് വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് പകൽക്കാലത്ത് അന്ന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ചെവികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ യേശുക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ ഹൃദയത്തിൽ പുതിയ ജീവൻ നൽകുവാൻ ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ശരീരങ്ങളെ ഞങ്ങളുടെ ആലയമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശു കർത്താവ് ഇന്നു മുതൽ എന്നിലൂടെ ജീവിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.